പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രം പോകാനായിട്ടൊരുങ്ങുമ്പോൾ ഏതയാണെങ്കിൽ വിക്രത്തെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇപ്പം പോവുകയൊന്നും വേണ്ട, ആരോടും ചോദിക്കാൻ നിൽക്കണ്ട, അതിന് അയാൾക്കുള്ള തക്കതായ മറുപടി നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രത്തിനടുത്ത് പറയാണ്, ബാത്റൂമിലോട്ട് കയറി വിളിച്ചോ, ഞാൻ ആരാണെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോയി ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ശങ്കരനും പത്മയും കൂടെ വന്നെയാണ്. വേദിയുടെ കാര്യം വേദിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം, വേദിയുടെ ഭാവി ഉദ്ദേശം എന്താണ്, അതൊക്കെ മനസ്സിലാക്കാനാണ് അവർ രണ്ടുപേരും കൂടെ വന്നത്. അപ്പം ഡോറിറങ്ങി വരുന്ന വേദ ചോദിക്കുന്നുണ്ട്, എന്താ വന്ന് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. എനിക്ക് നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നല്ല ടെൻഷനുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിക്രത്തിനെ ഉപേക്ഷിച്ചാണോ വന്നിരിക്കുന്നത്? നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിനക്ക് വേറൊരു വിവാഹമൊക്കെ വേണ്ടായോ മോളെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനൊരു ജീവിതം ഇനിയില്ല അച്ഛാ. ഞാൻ മരിക്കുന്നവരെ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. അച്ഛൻ വിചാരിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും വിക്രത്തിൻ്റെ കൂടെ പോയത് ഒരു ദേഷ്യത്തിൻ്റെ പുറത്തൊന്നുമല്ല എന്ന് പറയുകയാണ്. അന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒരു വിധവാ വേഷം കെട്ടിച്ച് വിക്രം കിട്ടിയ താലി അഴിപ്പിക്കാൻ എന്നെ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ഈ വീട് വിട്ടിറങ്ങിയത് ചുമ്മാതൊന്നുമല്ല. എനിക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന നിയോഗമുണ്ടായിരുന്നു. അതെനിക്ക് ദേവി കാണിച്ചു തന്നു. ആ നിയോഗം നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതകാലം അവസാനം വരെ ഞാൻ എപ്പോഴും വിക്രത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. വിക്രത്തിൻ്റെ കാവലായി വിക്രത്തിൻ്റെ കൂടെ തന്നെ ഞാൻ കാണും. എനിക്കിനി വേറൊരു ഭർത്താവോ വേറൊരു ജീവിതവും ഇല്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശങ്കരന് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ശങ്കരൻ ചോദിക്കുകയാണ്, എന്താ നീ പറയുന്നത്? പത്മവൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നീ പറയുന്നത്? അപ്പോൾ ശങ്കരൻ പറയാണ്, ഇതെല്ലാം അമ്മയുടെ പരിപാടിയാണ്. അമ്മയാണ് നിന്നെ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ഓരോരോ ആചാരങ്ങളുടെ കാര്യം പറഞ്ഞ് പഠിപ്പിച്ചത്. അതിൻ്റെ ഈ അനുഭവിക്കുന്നതെന്ന് പറയുകയാണ്. ഓരോരോ നാടകങ്ങളും വേഷം കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരൻ വേദയെടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പം വേദ പറയാണ്, അച്ഛാ, ഞാൻ ഈ പറയുന്നത് വേഷം കെട്ടലോ ഒരു നാടകമോ ഒന്നുമല്ല. നാടകങ്ങളെല്ലാം നടക്കുന്നത് ഈ വീട്ടിലാണ്. ഒരിക്കലും ഞാനല്ല നാടകം കളിക്കുന്നതെന്ന് പറയാണ്. ഇതൊക്കെ വിക്രം അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് വിക്രത്തിന് മനസ്സിലായത്, വേദ തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരിക്കലും ഒരു പ്രതികാരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിദ്വേഷം കൊണ്ടോ അല്ല. വിക്രത്തിന് മനസ്സിലാവുന്നത്, തന്നെ സംരക്ഷിക്കാൻ, തന്നോട് കൂടുതൽ അടുത്ത് നിൽക്കാനും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വേദ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് അന്നവരാണ് വിക്രത്തിന് ബോധ്യമാവുന്നത്. അത് കേൾക്കുമ്പോൾ വിക്രത്തിന് ആകപ്പാടെ സങ്കടത്തോടെ അവിടെ ഇരുന്ന് വിക്രം സങ്കടത്തോടെ കണ്ണു നിറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് ശങ്കരൻ്റെ അടുത്ത്, അച്ഛാ, ഞാൻ ഒരിക്കലും വിക്രത്തെ വിട്ട് വരത്തില്ല. വിക്രം ഇല്ലാതെ ഒരു ജീവിതം എനിക്കിനി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വേദയങ്ങ് കയറിപ്പോവാണ്. അപ്പോൾ ശങ്കരനും പത്മത്തിനും നല്ല വിഷമമാവുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ മുറിയിൽ ചെന്ന് കട്ടിലിരുന്ന് കണ്ണടച്ച് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. വിക്രമാണെങ്കിൽ ബാത്റൂമിൽ ഇതൊക്കെ ഇരുന്ന് കേട്ട് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേദയെ ഒത്തിരി വട്ടം വിക്രം തെറ്റിദ്ധരിച്ച് അതിൻ്റെയൊക്കെ സങ്കടത്തോടെ വിക്രവും ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ച്.